രക്ഷിതാക്കളെ, എല്ലാ മത്സരത്തിലും A+ വാങ്ങുന്നവരാണ് മിടുക്കരെന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം ഒരു മത്സര പരീക്ഷകളും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുന്നില്ല. ജീവിതത്തിലെ A+ നേടുന്നവനേതാണല്ലോ. പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടാതെ പോവുകയും കഷ്ടിച്ച് ജയിക്കുകയും ചെയ്താലും സഹജീവിയുടെ കണ്ണുകൾ തുടയ്ക്കാൻ നിന്റെ തൂവരെ തുമ്പുയർത്താൻ നിനക്ക് കഴിഞ്ഞാൽ വേദനിക്കുന്ന ഒരു മനുഷ്യന്റെ തോളിൽ കൈത്തലം അർപ്പിച്ച് അവനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ അതിനേക്കാൾ മികച്ചതല്ല ഒരു പരീക്ഷയിലെ A+ എന്ന് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് രക്ഷിതാക്കൾ. നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സകമിൽ മാനവികത പൂത്തിലയാൻ ഈ വേദി കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇവിടെ തട്ടമിട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? തട്ടമിട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരി എളുപ്പം പ്ലീസ്. കേട്ടോ, ആ തട്ടുന്ന എനിക്ക് തരുമോ? ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടവിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അത് ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഒരിത്തിരി ജയം മതി. മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യാം, അത്ര മതി ലോകം നന്നായിക്കോളും. താങ്ക് യു. അപ്പൊ നാളത്തെ നമ്മുടെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത്. ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ വലിയ പ്രചോദനം പകരുന്ന വാക്കുകളാണ് ഐഷക്കുട്ടിയുടെ. ഭിന്നശേഷിത്വത്തിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്ത ഒരാളായിട്ട് ഞാൻ കണ്ടത് ഈ കൊച്ചുകുട്ടിയാണ്. ഒരുപാട് പേർ ഭിന്നശേഷിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കൊച്ചുകുട്ടി പറയുന്ന അത്ര ഹൃദയസ്പർശിയായിട്ട് വേറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത്ര മനോഹരമായി തോന്നിയത് കൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്. ഇപ്പൊ ഇരിങ്ങാലക്കുടയിൽ പോർത്തിശ്ശേരിയിൽ കണ്ടാലന്തറ മൈതാനത്തെത്തി അതിമനോഹരമായി മനുഷ്യ സ്നേഹത്തെയും മാനവികതയെയും കുറിച്ച് സംസാരിച്ച ഈ കുഞ്ഞുമോൾക്ക് നമ്മുടെ നാടിന്റെ ഏറ്റവും സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. വലിയ കുട്ടിയായി ഈ നാടിനെ നയിക്കണം കേട്ടോ.